അല്ലേ? എത്രാമത്തെ സീരിയലാണിത്? ഇതൊരു രണ്ടാമത്തെ സീരിയലാണ്. സെക്കൻഡ് സീരിയൽ. ആദ്യത്തെ ശ്രീകടത്തിൽ പാർവതി എന്ന് സീരിയലായിരുന്നു. അപ്പൊ നടന്നുകൊണ്ടിരിക്കുമല്ലേ സീരിയൽ അല്ലേ? അതില് ഞാനൊരു ഒരു ആത്മാവായിട്ടാണ് വന്നിരുന്നത്. അതില് ചെയ്യാവുന്ന ക്യാരക്ടർ അഭിനയിച്ചു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അഭിനയിച്ചു. ഇടയ്ക്കിടയ്ക്ക് അഭിനയിച്ചോണ്ടിരിക്കുന്നു. അല്ല, യക്ഷിയായിട്ട് അഭിനയിക്കേണ്ടി വന്നില്ലെന്നാണോ? അല്ല, യക്ഷിയായിട്ട് അഭിനയിക്കുന്നത് സീരിയലില്. അതാ ഒറിജിനൽ പറ. പാർവതി സീരിയലില് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇല്ല, മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ യക്ഷിയാണ്, അത് ഒറിജിനലായിട്ട് ചെയ്യേണ്ടി വന്നില്ലല്ലോ. അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. പുള്ളിക്കാരിടത്ത് ഒരു ചോദ്യം ചോദിച്ചാൽ മതി, കറക്റ്റായിട്ട് എല്ലാം ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ അടുത്ത ക്വസ്റ്റ്യന് പോരാനല്ല, അതാണ് വേണ്ടത്. പറഞ്ഞോളൂ. അതിലെ ഒരു പാവ യക്ഷിയായിട്ടാണ് അതിൽ ചെയ്തത്. പാവ യക്ഷി? ഭയങ്കര സിമ്പതിയാണ് യക്ഷിക്ക്. ഭയങ്കര ഇമോഷണൽ, ഭയങ്കര നായകനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നത് നായികനെ. പിന്നെ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ വെള്ള ഉടുപ്പിട്ട് യക്ഷിയൊന്നുമല്ല. അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ചുരിദാർ അല്ലെങ്കിൽ ജീൻസ് ആണോ? ഇല്ല, നല്ല പട്ടുസാരി ഒക്കെ എടുത്തിട്ടുള്ള സുന്ദര യക്ഷിയാണ്. സാങ്കല്പികല്ലേ എല്ലാം? യക്ഷി എന്ന് പറയുന്നത് ഇല്ല. ഒറിജിനൽ ലൈഫിൽ യക്ഷി എന്ന് പറയുന്ന സംഭവം ഇല്ല. ഉണ്ടോ? കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവം പറയാമോ? അതായത് യഥാർത്ഥത്തിൽ ചാലക്കുടിയിൽ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ? ഉറങ്ങുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അതെന്താണ്? അതിന്റെ നെയ്ബർ അങ്കിള് മരിച്ചപ്പോ ഞാൻ അങ്കിള് ഭയങ്കര കൂട്ടായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ഞാൻ ചെറുപ്പമായിരുന്നു, ഒരു 3rd ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു. അപ്പൊ അങ്കിളും മരിച്ച അന്ന് രാത്രി ഞാനിങ്ങനെ അങ്കിള് എന്നെ വിളിച്ച പോലെ ഞാനിങ്ങനെ വിളിച്ചു ശരിക്കും. അപ്പൊ ഞാനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നപ്പോ പിന്നെ അങ്കിളെ കണ്ടു. പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ണു തിരുമ്പോ അങ്കിള് കാണാനില്ല. പിറ്റേ ദിവസം തന്നെ അറിഞ്ഞത് അങ്കിള് മരിച്ച വിവരം. ഓ, മരിച്ചത് അറിയാതെയാണ് സ്വപ്നം കണ്ടത്. അപ്പൊ ഞാൻ എന്താണ് അങ്ങനെ കണ്ടത്? ഞാൻ റിയലായിട്ട് കാണുകയും ചെയ്തു, പിറ്റേ ദിവസം വാർത്ത കേൾക്കുകയും ചെയ്തു. ഇപ്പൊ ഞാൻ ഓർക്കുമ്പോ ആത്മാവില്ല എന്ന് പറയാൻ എനിക്ക് ഒട്ടും പറ്റില്ല. അല്ല, ആ സമയം കേട്ട സമയം എന്താണ്? ഷോക്കായി പോയോ? ഞാൻ ഭയങ്കര ഷോക്കായി പോയി. ഞാൻ ഒട്ടും അതിന്റെ അമ്മയുടെ അടുത്തോ അങ്ങനെ ഫാമിലി എല്ലാവരുടെ അടുത്തും പറഞ്ഞു, ഞാൻ ഇങ്ങനെ കണ്ടു. അന്നത്തെ പ്രായം, ഒരു കുഞ്ഞു കുട്ടിയാണ്, അപ്പൊ പറയുമ്പോ ഒരു വിശ്വസിക്കില്ല. അങ്ങനെ ചിലർക്ക് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുണ്ടോ? ഇങ്ങനെ വയസ്സ് കുറഞ്ഞ കുട്ടികൾ സ്വപ്നം കണ്ടത് അത് ചിലപ്പം ദുസ്വപ്നമായിരിക്കാം എന്നൊക്കെയുള്ളത്. യക്ഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്നത് കേട്ടോ. അപ്പം സാധുവായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള യക്ഷി അതിനകത്ത്. അപ്പൊ ആ യക്ഷി ഇപ്പൊ എത്ര എപ്പിസോഡാണ് അതിനകത്ത്? യക്ഷി ഞാൻ ചില സിറ്റുവേഷനിൽ വന്നാണ് ഞാൻ അതിലെ കഥാപാത്രം പാർവതി ഹെൽപ്പ് ചെയ്ത് പോവാ. ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇല്ല, ഒരു ഇടയ്ക്കിടയ്ക്കിട്ട് വന്ന് പോകുന്നുണ്ട് ഞാൻ. ഈ ഇൻസിഡൻസ് കുറേ ആക്ടേഴ്സിന് സംഭവിക്കാറുണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ. ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇപ്പോൾ നാടകമായാലും സിനിമയായാലും സീരിയലായാലും ഒക്കെ അനുഭവിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ന്യൂ കമേഴ്സാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ധാരാളം ആൾക്കാർ ചില ഈ എന്താ പറയുക ഡിമാൻഡ്സുകൾ വയ്ക്കാറുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കീർത്തിക്ക് ഭയങ്കരമായിട്ട് അഭിനയമോഹമുള്ള ഫേസിൽ കണ്ടാൽ അറിയാം, ഇഷ്ടമാണെന്നറിയാം. അപ്പം ചില ആൾക്കാരുടെ അത് നോക്കിയിട്ട് ചില ആൾക്കാർ ഡിമാൻഡ് വയ്ക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പക്ഷേ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ എപ്പോഴെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഇതൊരു അനുഭവം വന്നിട്ടില്ല. അനുഭവം വന്നിക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രിക്കോഷൻ നിലയിൽ ഞാൻ തന്നെ മെന്റലി കുറേ കാര്യങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? കരാട്ടെ പഠിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് പ്രിക്കോഷൻസ് എന്തൊക്കെ എടുത്തിട്ടുള്ളതെന്ന് പറയാമോ? എന്താ പറയാ, അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം. വീട്ടിൽ നിന്ന് നമുക്കൊരു മോറൽ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ വേണം. പിന്നെ കുറേ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കേണ്ട രീതികളും അല്ല പറയേണ്ടതായ കാര്യങ്ങളും എങ്ങനെ പ്രതികരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഫൈറ്റില്ല, നമുക്ക് നമ്മുടേതായൊരു സെൽഫ് പ്രൊട്ടക്ഷൻസ് നമുക്ക് എന്തായാലും കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അത് നമ്മളെപ്പോഴും അത് കൊണ്ടു കിടക്കണം. അതിൻ്റെ ബോൾഡായിരിക്കണം. എന്നാൽ നമ്മളെ ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി. അതല്ലേ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞത്? അപ്പം ഈ വരുന്ന കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ, നല്ല നല്ല കഥാപാത്രങ്ങൾ വന്നിട്ട് തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടോ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട്? ഇല്ല, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു കരിയർ ബിഗിനിങ് എന്ന് പറയുന്നത് ഈ ഒരു ചന്ദ്രകാന്ത് സീരിയൽ എന്ന് പറയാം. ഇതിൽ വന്നതിന് ശേഷമാണോ പാർവതിയിൽ പോയത്? അല്ല, ഇതിന് മുമ്പാണ് ഞാൻ പാർവതി ചെയ്തത്. പക്ഷേ കുറേ ആൾക്കാർ എന്നെ ഇപ്പോൾ തിരിച്ചറിയുന്നത് ഇതിന് വന്നതിന് ശേഷമാണ്. ആ ചിരിയാണ് പറയാം. നമ്മളൊരാൾ തിരിച്ചറിയുമ്പോഴേ, ഇപ്പം നമ്മൾ ബന്ധുക്കൾ തിരിച്ചറിയുന്നതിനെക്കാട്ടിലും ബന്ധുക്കൾ ഹായ് എന്തുകൊണ്ട് കീർത്തി എന്ന് പറയും. പക്ഷേ
ആസ് എ ഒരു പ്രേക്ഷകൻ, പ്രേക്ഷകൻ ആ ചേച്ചി അത് കണ്ട് സൂപ്പറായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അയ്യോ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം എന്തെങ്കിലും ഷോപ്പ് ചെയ്യാനൊക്കെ മാളിലൊക്കെ പോകുമ്പോൾ ഇവർ ഓടി വന്നിട്ട് നിങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകളും മാളിലാണല്ലോ പോകുന്നത്, എന്തിനാണ് അങ്ങനെ? എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടി നോക്കുന്നതാണോ, അല്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണോ? ഏത് ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും ഞങ്ങൾ മാളിൽ പോകുമ്പോൾ ഇങ്ങനെ കാണാറുണ്ടെന്ന് പറയും. അങ്ങനെയല്ല, മാളിൽ പോകുമ്പോഴേക്ക് നമുക്ക് കുറേ എല്ലാം എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ. ഫുഡ് ആയാലും എല്ലാവരും അവിടെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതെ, ചുമ്മാ പറഞ്ഞു കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ കുട്ടികളാണോ വരുന്നത്? കുട്ടികളിങ്ങനെ ചേച്ചിമാര് ആൻറ്റിമാര് കൂടി വന്നിട്ട് പറയും ഇങ്ങനെ ചന്ദ്രകാന്തത്തിലെ കുട്ടിയല്ലേ, പിന്നെ പവിത്രയല്ലേ, ചിലർ ഹഗ്ഗൊക്കെ ചെയ്യും. അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും. അപ്പോൾ അത് അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായതൊക്കെ ഒരു ചന്ദ്രകാന്തി വന്ന ശേഷമാണ്. ഈ അടുക്ക ഒരു ഇൻ്റർവ്യൂ ഭയങ്കര വൈറലായ ഒരു ഫീമെയിൽ ആങ്കർ ഭയങ്കരമായിട്ട് വൈറലായ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കണ്ടായിരുന്നു. ഒരു DNA എന്ന് പറഞ്ഞൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്. ഞാൻ ശ്രദ്ധിച്ചത് കണ്ടിട്ടില്ല. അതിനകത്തൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് റൈറ്റായിട്ടുള്ള ആൻസർ ആ പറഞ്ഞ നായിക കൊടുക്കുക. നേരത്തെ പറഞ്ഞു തന്നെയാണ് ഈ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആങ്കർ ചോദിച്ചത്, ഞാൻ ചോദിക്കുകയല്ല, ആങ്കർ ചോദിച്ചത് താങ്കൾ പച്ചയ്ക്ക് ചോദിച്ചത് കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അഭിനയിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യത്തിനോട് എങ്ങനെ പ്രതികരിക്കും? കീർത്തി പറഞ്ഞു സെൽഫ് പ്രൊട്ടക്ഷൻ കുറേ എടുത്തിട്ടുണ്ടെന്ന്. കീർത്തിയാണ് ആ സ്ഥാനത്ത് ഇരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയോടും ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണത്. ഒരിക്കലും അത് ചോദിക്കാനേ പാടില്ലാത്ത ചോദ്യമാണ്. അപ്പോൾ ആ സ്ഥാനത്ത് ആ മറ്റേ ഹന്ന എന്ന് പറഞ്ഞ ആക്ട്രസ് നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കീർത്തിയായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇപ്പം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? കാര്യം ആ പെൺകുട്ടിയോട് അങ്ങനെ ചോദിച്ചു. അത് കീർത്തിയാണെങ്കിൽ ചിരിച്ചോണ്ട് പ്രതികരിക്കും. ഇല്ല, ഞാൻ കാരണക്കുട്ടിക്ക് പൊട്ടിച്ചിട്ടു. എങ്ങനെ? കാരണക്കുട്ടി കാരണത്ത് നോക്കി പൊട്ടിച്ചിട്ട് അതാണ് വേണ്ട, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് വേണ്ട കേട്ടോ. പക്ഷെ പോയി അതൊന്നല്ല നമ്മുടെ ആ ചോദ്യത്തിനല്ലേ കൊടുക്കുന്നത്. അതെ. തീർച്ചയായിട്ടും അത് ആ ആങ്കർ ചോദിച്ചാൽ എന്തെങ്കിലും ഇല്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചില ആൾക്കാരും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അനുഭവിച്ചിട്ടുള്ളവർ ചിലങ്ങനെ ഐഡിയ വെച്ചിട്ടുണ്ടാവും, പറയാൻ ബുദ്ധിമുട്ട് ഉള്ളവരുണ്ടാവും. പക്ഷെ അങ്ങനെ ചോദ്യങ്ങൾ പതരാതെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാം. പക്ഷെ ആ ചോദ്യം വേണം ഇങ്ങനെ ആക്കിക്കൂടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നിട്ടുണ്ടോ, ഒഴിവായിട്ടുണ്ടോ എന്ന് ചോദിക്കാം. പക്ഷെ കിടന്ന് കൊടുത്തിട്ടാണോ എന്ന് ചോദിക്കുന്നത് തെറ്റല്ലേ? അത് തെറ്റല്ലേ? എനിക്ക് ചോദിക്കാൻ പോലും ചമ്മലാവുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ പല ആർട്ടിസ്റ്റിനോടും ചോദിച്ചപ്പോൾ അവരെല്ലാവരും പ്രതികരിച്ച് ഇങ്ങനെ തന്നെ. പക്ഷേ കർണത്തടിക്കുന്നു പറഞ്ഞില്ല, അതാണ് ബോൾഡ്നെസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ആരോടും അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലേ? ഇപ്പം ഈ സീരിയൽ വന്നപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരുമായിട്ടുള്ള മിംഗ്ലിങ്ങും? എല്ലാവരും സജേഷ് എങ്ങനെയുണ്ട് നായകൻ? അയ്യോ സജേഷായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഒരു സജേഷായിട്ട് ഏട്ടൻ തന്നെയാണ്. നിങ്ങൾ 2 നായികമാരല്ലേ? ഒരാളിവിടെ അല്ലേ ഇനി? ഇതിൽ പിങ്കി പിന്നെ നന്ദ, രണ്ട് നായികമാരാണ്. ഇതിനകത്ത് എന്ത് കഥാപാത്രമാണ് ഇപ്പോൾ കീർത്തി ചെയ്യുന്നത്? ഞാൻ ചെയ്തത് ഗൗതം ചേട്ടൻ്റെ അനിയൻ.